ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AJS ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഗോകുലും അർച്ചനയും കൂടി ശിശിരയുടെ കാര്യം സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇനി ശിശിര താൻ പറയുന്നിടത്ത് നിൽക്കും എന്ന് പറയുന്നുണ്ട് ഗോകുൽ. അപ്പോൾ ഹോം നേഴ്സിനെ വെക്കുന്ന കാര്യമോ എന്ന് അർച്ചന തിരക്കുമ്പോൾ ഗോകുൽ പറയുന്നുണ്ട്, ആദ്യം ശിശിര രാജീവിനെ നോക്കി ഒന്ന് കുറച്ച് കഷ്ടപ്പെടട്ടെ, എന്നിട്ട് നമുക്ക് ഹോം നേഴ്സിനെ വെക്കാം, അതുപോരെ എന്നിങ്ങനെ ഗൂഗിൾ ചോദിക്കുന്നു. അപ്പോൾ അർച്ചന ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഗൂഗിൾ പറയുന്നുണ്ട്, അത് മതി എന്ന്. ഇത് കേട്ട സന്തോഷത്തിന് താൻ എനിക്ക് നല്ലൊരു ചായയും എടുത്തുകൊണ്ട് വന്നേ എന്ന് പറഞ്ഞ് അർച്ചന ഇപ്പോൾ ചായ ഇടാനായി പറഞ്ഞു വിടുകയാണ് ഗൂഗിൾ. ശേഷം ഇപ്പോൾ കാണിക്കുന്നത് സച്ചിയെയും ആരതിയെയുമാണ്. സച്ചി ഇപ്പോൾ ആരതിയെ കോടതിയിൽ കൊണ്ടാക്കുകയാണ്. വൈകുന്നേരം കോടതി കഴിയുമ്പോൾ സച്ചി ഇവിടെ ഉണ്ടായിരിക്കുമല്ലോ അല്ലേ എന്നിങ്ങനെ ആരതി സച്ചിയോട് ചോദിക്കുന്നുണ്ട്. ഉണ്ടാകുമെന്ന് സച്ചി പറയുന്നു. അങ്ങനെ സച്ചി ഇപ്പോൾ പോകാൻ തുടങ്ങുമ്പോൾ ആരതി സച്ചി ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് സച്ചിയെ വിളിക്കുകയാണ്. എനിക്ക് കേസിൻ്റെ ആവശ്യത്തിനായി എനിക്ക് കൊല്ലം വരെയൊന്നും പോകേണ്ടി വരുമായിരുന്നു. ചിലപ്പോൾ ഒരു ദിവസം അവിടെ നിൽക്കേണ്ടി വരും. സച്ചി എൻ്റെ കൂടെ വരുമോ? സച്ചി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. എല്ലാവരെയും അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. സച്ചി ആകുമ്പോൾ എനിക്കൊരു ബലമാണ് എന്ന് ആരതി പറയുമ്പോൾ, എന്നെ അത്രയ്ക്ക് വിശ്വാസമാണോ എന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. 100% എനിക്ക് ഉറപ്പുണ്ട്. ഏത് സാഹചര്യത്തിലും സച്ചി എന്നെ കൈവിടില്ലെന്ന് എനിക്ക് ഉറപ്പാണ് എന്ന് ആരതി പറയുമ്പോൾ, അത്രയും ആത്മവിശ്വാസം വേണ്ട എന്ന് സച്ചി പറയുന്നുണ്ട്. അപ്പോൾ ഉടനെ ആരതി പറയുന്നു, എനിക്ക് കുറച്ച് ആത്മവിശ്വാസം കൂടുതലാണ്. അതും ഈ കാര്യത്തിൽ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും അവരോട് ആദരവോടെ പെരുമാറുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സച്ചി. ഒരു സ്ത്രീ, അത് ഭാര്യയായാലും കാമുകിയായാലും, ജീവിതത്തിൽ നിന്നും പോയി കഴിഞ്ഞ് കൂടിപ്പോയാൽ ഒരു 6 മാസം അതിനു മുമ്പ് തന്നെ വേറൊരു ബന്ധത്തിലേക്ക് പോകുന്നവരാണ് ഞാൻ കണ്ടിട്ടുള്ള മിക്ക പുരുഷന്മാരും. പക്ഷേ സച്ചി അങ്ങനെയല്ല. അർച്ചന സച്ചിയുടെ ജീവിതത്തിൽ നിന്നും പോയിട്ട് 10 വർഷമാകുന്നു. എന്നിട്ടും സച്ചി അർച്ചനയ്ക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. മറ്റൊരു ബന്ധത്തെക്കുറിച്ചോ മറ്റൊരു സ്ത്രീയെക്കുറിച്ചോ ഇന്ന് വരെ ചിന്തിച്ചിട്ട് പോലുമില്ല. ഉണ്ടോ എന്നിങ്ങനെ ആരതി ചോദിക്കുന്നുണ്ട് സച്ചിയോട്. ഉടനെ സച്ചി പറയുന്നുണ്ട്, അർച്ചനയെക്കുറിച്ചല്ലാതെ മറ്റൊരാളെക്കുറിച്ചുമുള്ള ചിന്ത എൻ്റെ മനസ്സിലില്ല. വക്കീലിൻ്റെ കൂടെ എവിടെ എന്ത് സഹായത്തിനും വരാൻ എനിക്ക് സമ്മതമാണ്. ഇത് ഞാൻ ഏറ്റു. നമുക്ക് വൈകിട്ട് കാണാം എന്ന് പറഞ്ഞ് സച്ചി ഇപ്പോൾ പോവുകയാണ്. സമയം ഇപ്പോൾ രാത്രിയായിട്ടുണ്ട്. കമലയും ആതിരയും കാണിക്കുന്നുണ്ട്. കമലയും ആതിരയും പുറത്ത് വരാന്തയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. വളരെയധികം ടെൻഷനോടെയും വിഷമത്തോടെയുമാണ് ആതിര ഇരിക്കുന്നത്. ഇത് കണ്ട് സച്ചി അവിടേക്ക് വന്ന് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന്. അത് സന്ദീപ് പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല എന്ന് കമല പറയുന്നു. ഉടനെ സച്ചി ചോദിക്കുന്നുണ്ട്, നീ അവനെ വിളിച്ചില്ലേ എന്ന്. വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് ആതിര പറയുന്നു. ഈ കള്ളുകൂടി തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ പറഞ്ഞതാണ്, ഇത് നമ്മുടെ ജീവിതം തകർക്കുമെന്ന്. അവന് അപ്പോഴെന്തോ എന്നോട് വാശിയുള്ളത് പോലെയാണ് എന്നിങ്ങനെ ആതിര പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, വാശി നിന്നോട് മാത്രമല്ല അവൻ എല്ലാവരോടുമുണ്ട്. കേസിൻ്റെ കാര്യത്തിൽ ഞാൻ ഉഴപ്പുന്നു എന്ന് അവന് നേരത്തെ തന്നെ പരാതിയുണ്ട്. നമ്മളെ ഏൽപ്പിച്ച വക്കീൽ നമ്മളെ ചതിച്ചതാണ്, അല്ലാതെ ഞാനതിൽ ഉഴപ്പിയിട്ടില്ല എന്ന് സച്ചി പറയുമ്പോൾ കമല പറയുന്നുണ്ട്, ആ കേസ് ഒന്ന് ജയിച്ചിരുന്നെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും തീർന്നേനെ എന്ന്. കമല ഇപ്പോൾ ആതിരയെ സമാധാനിപ്പിക്കുന്നുണ്ട്. സച്ചി സന്ദീപിനോട് സംസാരിച്ചവളോ മോള് വിഷമിക്കാതെ വന്ന് കിടക്കെന്ന് പറയുന്നു. അങ്ങനെ കമല അകത്തേക്ക് പോകുന്നു. എന്നാൽ ആതിര ഇപ്പോഴും വളരെയധികം സങ്കടത്തോടെ സന്ദീപിനെ നോക്കി അവിടെ തന്നെ ഇരിക്കുകയാണ്. ശേഷം ഇപ്പോൾ കാണിക്കുന്ന അർച്ചനയാണ്. അർച്ചന ചൂടുവെള്ളമൊക്കെ ഉണ്ടാക്കി വേറൊരു പാത്രത്തിലേക്ക് പകർത്തുന്നുണ്ട്. ഇത് കണ്ട് ഇപ്പോൾ ശോഭന അവിടേക്ക് വരുന്നു. ഇതെന്തിനാ ഇപ്പോൾ ഈ ചൂടുവെള്ളം എന്ന് ശോഭന ചോദിക്കുമ്പോൾ, രാജീവിൻ്റെ ദേഹമൊക്കെ ഒന്ന് തുടച്ചെടുക്കണം എന്ന് അർച്ചന പറയുന്നുണ്ട്. ഉടനെ ശോഭന ചോദിക്കുന്നുണ്ട്, മോളാണോ അതിനിത് ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കുന്നു. ഉടനെ അർച്ചന പറയുന്നുണ്ട്, അല്ല, ഞാനിത് ശിശിരേച്ചിയോട് നേരത്തെ പറഞ്ഞിരുന്നു. ഇന്നലെയോ ചെയ്തില്ല, ഇന്നെങ്കിലും ചെയ്യണ്ടേ അമ്മേ എന്ന് പറയുമ്പോൾ ശോഭന പറയുന്നുണ്ട്, ഇന്നും ഇത് നടക്കുമെന്ന് തോന്നുന്നില്ല. മോളി വെള്ളം ചൂടാക്കിയത് വെറുതെയാണ്. ശിശിര അമ്പലത്തിലേക്ക് പോകാൻ റെഡിയായിക്കൊണ്ടിരിക്കുക എന്ന് ശോഭന പറയുന്നത് കേട്ട്, അമ്പലത്തിലേക്കോ എന്നിങ്ങനെ അർച്ചന ചോദിക്കുന്നു. ഞാൻ ഈ കാര്യം ചേച്ചിയോട് നേരത്തെ പറഞ്ഞതാണല്ലോ, അവളുടെ സ്വഭാവം മോൾക്ക് അറിയില്ലേ എന്ന് ശോഭന ചോദിക്കുമ്പോൾ, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ അമ്മേ. കട്ടിലിൽ കിടക്കുന്ന ഒരു രോഗിയല്ലേ, വൃത്തിയായി സൂക്ഷിക്കേണ്ടത് നമ്മുടെയും കൂടെ കടമയല്ലേ. അത് ചെയ്യാതെ അമ്പലത്തിൽ പോവാണോ എന്നിങ്ങനെ ചോദിച്ചിട്ട് അർച്ചന ഇപ്പോൾ അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. ഈ സമയം ശിശിര റെഡിയായി അമ്പലത്തിലേക്ക് പോകാനായി വരുന്നു. ഉടനെ അർച്ചന ചോദിക്കുന്നുണ്ട്, ശിശിരേച്ചി ഇപ്പോൾ എവിടേക്ക് പോവുകയാണെന്ന്. എനിക്ക് രാജീവേട്ടൻ്റെ പേരിൽ കുറച്ച് വഴിപാടുകൾ നടത്താനുണ്ട്, 1-2 അമ്പലങ്ങളിൽ പോകണം എന്ന് പറഞ്ഞ് ശിശിര ഇപ്പോൾ പോകാൻ തുടങ്ങുമ്പോൾ അർച്ചന ചോദിക്കുന്നുണ്ട്, രാജീവിന് സ്പോഞ്ച് ബാത്ത് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ളതല്ലേ, ഇന്നലെയും ചെയ്തില്ല, ഇന്നെങ്കിലും ചെയ്യണം എന്ന് അർച്ചന പറയുമ്പോൾ, സ്പോഞ്ച് ബാത്ത് ചെയ്യണമെങ്കിൽ ചെയ്യണം, അതിനിപ്പോൾ ഞാൻ എന്താ വേണ്ടത് എന്നിങ്ങനെ ശിശിര ചോദിക്കുമ്പോൾ ഉടനെ അർച്ചന ചോദിക്കുന്നുണ്ട്, അതിന് ഞാനാണോ അത് ചെയ്യേണ്ടത്? ഭാര്യ തന്നെ അത് ചെയ്യണം. ഒരു കാര്യം ചെയ്യുക, ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വാ, അത് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോയാൽ മതി എന്ന് അർച്ചന പറയുമ്പോൾ ശിശിര പറയുന്നുണ്ട്, അയ്യടാ അത് കൊള്ളാം,
എത്ര സമയം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് റെഡിയായതെന്നറിയാമോ? ഇതൊക്കെ മാറിയിട്ട് രാജീവേട്ടനെ ഞാൻ റെഡിയാക്കാൻ വന്നാൽ ഞാൻ ഇനി വീണ്ടും കുളിക്കണം, വീണ്ടും റെഡിയാകണം, അപ്പോൾ അമ്പലത്തിൽ പോകാൻ വീണ്ടും താമസിക്കും. ഇതിനൊക്കെയാണ് ഞാൻ പറഞ്ഞത് ഒരു ഹോം നേഴ്സിനെ വെക്കണമെന്ന്. അപ്പോൾ ആർക്കും വയ്യല്ലോ, അപ്പോൾ പിന്നെ ഇതെല്ലാവരും കൂടി അങ്ങ് ചെയ്താൽ മതി എന്ന് ശിശിര പറയുന്നു. അവനവൻ ചെയ്യേണ്ട കടമ ചെയ്യാനേ അതിന് ഹോം നേഴ്സിനെ ഏൽപ്പിക്കുന്നത് അത്ര നല്ല രീതിയല്ല എന്നിങ്ങനെ ദേഷ്യപ്പെട്ട് അർച്ചന പറയുന്നത് കേട്ട് ശിശിര പറയുന്നുണ്ട്, കടമയൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട. ഉടനെ അവിടേക്ക് കമല വരുന്നു. സോറി, കമലയല്ല, ശോഭന വരുന്നുണ്ട്. ശോഭന വന്നിട്ട് ചോദിക്കേണ്ട, നിർത്തടി, നീ ആരോടെ ഈ സംസാരിക്കുന്നത് നിനക്കറിയാമോ? സമൃദ്ധിയോട് ഇങ്ങനെ സംസാരിക്കാൻ നിനക്ക് എന്ത് അർഹതയുള്ളത്? സ്വന്തം ഭർത്താവിനെ നോക്കേണ്ടതിന് പകരം അവൾ അമ്പലത്തിൽ പോകുന്നു എന്നൊക്കെ ശോഭന പറയുന്നു. ഉടനെ ശിശിര പറയുന്നുണ്ട്, അപ്പം ഈ കാര്യത്തിൽ ഇടപെടണ്ട എന്ന്. എനിക്ക് അമ്പലത്തിൽ പോകാൻ നേരമായി, വേണമെങ്കിൽ അത് കഴിഞ്ഞിട്ട് വന്ന് നോക്കാം എന്ന് പറഞ്ഞ് ഇപ്പോൾ ശിശിര അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇത് കണ്ട് വളരെയധികം ദേഷ്യപ്പെട്ട് ശോഭന പറയുന്നുണ്ട്, കണ്ടില്ല അവളുടെ അഹങ്കാരം, ഈ ചൂടുവെള്ളം എടുത്ത് അവളുടെ തലയിൽ കൂടെ ഒഴിക്കണം എന്ന് പറയുമ്പോൾ ഈ ബഹളം കേട്ട് അവിടേക്ക് ഗോകുൽ വരുന്നു. ഗോകുൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇവിടെ എന്താ ഒരു ബഹളമെന്ന്. ഇവിടെ ബഹളം ഉണ്ടാക്കുന്നത് ഞങ്ങളല്ല, നിൻ്റെ പെങ്ങൾ തന്നെയാണ് എന്ന് ശോഭന പറയുന്നുണ്ട്. സ്വന്തം ഭർത്താവിൻ്റെ ദേഹമൊന്ന് തുടച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോൾ അതൊന്നും തന്നെ ചെയ്യാതെ അവളിപ്പോൾ അമ്പലത്തിലേക്ക് തൊഴാൻ പോയിരിക്കുന്നു. ഇവളെയൊക്കെ ഏത് ദൈവം അനുഗ്രഹിക്കും എന്നൊക്കെ ശോഭന പറയുന്നുണ്ട്. അപ്പോൾ ഗോകുൽ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ എന്താ നിങ്ങളുടെ പ്രശ്നം? ശിശിര അമ്പലത്തിലേക്ക് പോയതോ അതോ രാജീവിൻ്റെ ദേഹം തുടയ്ക്കുന്നതോ? ശിശിരയുടെ സ്വഭാവം നിങ്ങൾക്കറിയാവുന്നതല്ലേ, ഇതിൻ്റെ പേരിൽ രാജീവിൻ്റെ കാര്യം നടക്കാതിരിക്കണ്ട, ഞാൻ തന്നെ ചെയ്തുകൊള്ളാം എന്ന് ഗോകുൽ പറയുന്നു. ഇത് കേട്ട് ശോഭന ചോദിക്കുന്നുണ്ട്, നീ തുടച്ചു കൊടുക്കാനോ എന്ന്. അപ്പോൾ ഗോകുൽ പറയുന്നു, അതിനെന്താ, ഞാൻ തുടച്ചു കൊടുക്കുന്നതിന് എനിക്ക് രാജീവിനോട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരാൾ വീണ് കിടക്കുമ്പോഴല്ല അതൊന്നും നോക്കേണ്ടത്. രാജീവിൻ്റെ ശരീരം ഞാൻ സ്പോഞ്ച് ബാത്ത് ചെയ്താൽ എന്താ സംഭവിക്കുന്നത് നോക്കട്ടെ, താൻ വാടോ എന്ന് പറഞ്ഞ് ഇപ്പോൾ അർച്ചനയും വിളിച്ചുകൊണ്ട് മുകളിലത്തെ റൂമിലേക്ക്, രാജീവ് കിടക്കുന്ന റൂമിലേക്ക് പോവുകയാണ് ഗോകുലും അർച്ചനയും. ഈ സമയം റൂമിൽ വളരെയധികം വിഷമിച്ചിരിക്കുന്നുണ്ട് രാജീവ്. അപ്പോൾ അവിടേക്ക് ഗോകുലും അർച്ചനയും കൂടി ചെല്ലുന്നു. രാജീവിൻ്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നുണ്ട്. ഇത് കണ്ട് ഗോകുൽ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി കണ്ണ് നിറഞ്ഞിരിക്കുന്നതെന്ന്. അപ്പോൾ രാജീവ് പറയുന്നുണ്ട്, ശിശിര പോയി എന്ന് ഒരുവിധം ഇങ്ങനെ പറയുന്നു. അത് ഗോകുലിന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഗോകുൽ ചോദിക്കുന്നുണ്ട്, ഓ, താഴെ നടന്ന സംഭവങ്ങളൊക്കെ കേട്ടു അല്ലേ എന്ന്. അവൾ രാജീവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയതല്ലേ, അതിനെന്തിനാ സങ്കടപ്പെടുന്നത് എന്നൊക്കെ ചോദിച്ചാൽ ഇപ്പോൾ രാജീവിനെ സമാധാനിപ്പിക്കുന്നുണ്ട് ഗോകുൽ. എൻ്റെ പെങ്ങളായതുകൊണ്ട് പറയുകയല്ല, അവൾക്ക് അവളുടെ സ്വന്തം കാര്യമേ ഉള്ളൂ, അതുകൊണ്ട് അവളെ നോക്കി നിന്നാൽ കാര്യങ്ങളൊന്നും നടക്കില്ല, ഞാൻ തന്നെ അളിയന് ദേഹം തുടച്ചു തരാം എന്നിങ്ങനെ പറയുന്നുണ്ട് ഗോകുൽ. ഈ സമയം അവിടേക്ക് അർച്ചനയും വരുന്നു. നമ്മുടെ ബന്ധുക്കൾ ആരാണ് ശത്രുക്കൾ ആരാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇങ്ങനെ വീണ് കിടക്കുമ്പോഴാണ്. സ്നേഹക്കുറവല്ല ചേച്ചിയുടെ പ്രശ്നം, ജോലി ചെയ്യാനുള്ള മടിയാണ്. അത് സ്വന്തം ഭർത്താവിനെ നോക്കുന്ന ജോലിയായാലും വീട്ടുജോലിയായാലും ചേച്ചിക്ക് ഒരുപോലെ തന്നെയാണ് എന്നൊക്കെ അർച്ചനയും പറയുന്നുണ്ട്. അവളുടെ കാര്യം പറഞ്ഞ് വെറുതെ സമയം കളയണ്ട എന്ന് ഗോകുൽ പറയുന്നു. അങ്ങനെ ഇപ്പോൾ ഗോകുൽ രാജീവിൻ്റെ ദേഹമൊക്കെ തുടച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ ചെയ്തതിനെല്ലാം വളരെയധികം പശ്ചാത്തപിക്കുന്നുണ്ട് ഇപ്പോൾ രാജീവ്. അങ്ങനെ ഗോകുൽ അർച്ചനയോട് പറയുന്നുണ്ട് അവർക്ക് രണ്ടുപേർക്കും ചായ ഇട്ട് കൊണ്ടുവരാൻ. അങ്ങനെ അർച്ചന ചായ ഇടാനായി പോകുന്നു. അങ്ങനെ ഇപ്പോൾ രാജീവിൻ്റെ ശരീരമെല്ലാം തുടച്ചു കൊടുക്കുകയാണ് ഗോകുൽ, അതും വളരെയധികം സന്തോഷത്തോടെ. ഇതൊക്കെ കണ്ട് വളരെയധികം സന്തോഷവും സ്നേഹവും ഇപ്പോൾ തോന്നുന്നുണ്ട് രാജീവിന് ഗോകുലിനോട്. ശേഷം ശിശിരയാണ് കാണിക്കുന്നത്. ശിശിര റോഡ് സൈഡിൽ ഓട്ടോയ്ക്കൊക്കെ കൈ കാണിക്കുന്നുണ്ട്, എന്നാൽ ഓട്ടോയൊന്നും തന്നെ നിർത്തുന്നില്ല. ഈ സമയം അവന്തിക ഇപ്പോൾ അവിടേക്ക് വരുന്നു. അവന്തിക വന്ന് വണ്ടി നിർത്തിയിട്ട് ശിശിരയെ വിളിക്കുന്നു. ശിശിര എന്താ ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ശിശിര പറയുന്നുണ്ട്, അമ്പലത്തിൽ പോയിട്ട് വന്നതാണ്, ഓട്ടോ നോക്കി നിൽക്കുകയാണെന്ന്. അപ്പോൾ ഉടനെ അവന്തിക പറയുന്നുണ്ട്, ഇനി ഓട്ടോയൊന്നും നോക്കണ്ട, കയറിക്കോ, ഞാൻ അങ്ങോട്ടേക്ക് ആക്കാമെന്ന്. അങ്ങനെ ശിശിര കാറിൽ കയറുകയാണ്. രാജീവിന് വേണ്ടി വഴിപാട് കഴിക്കാൻ പോയതായിരിക്കും അല്ലേ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ, അതെ, അല്ലാതെ പിന്നെ ഞാൻ ആർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്നിങ്ങനെ ശിശിര ചോദിക്കുന്നു. രാജീവൻ എങ്ങനെയുണ്ട്, എൻ്റെ സഹായം എന്തെങ്കിലും വേണമെങ്കിൽ പറയണം എന്നൊക്കെ അവന്തിക പറയുന്നു. ശിശിരയുടെ ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് മനസ്സിലാകും, രാജീവിൻ്റെ ഈ അവസ്ഥ ശിശിരയ്ക്ക് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടായിരിക്കും അല്ലേ എന്നൊക്കെ അവന്തിക ചോദിക്കുമ്പോൾ ശിശിര പറയുന്നു, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അനുഭവിച്ചല്ലേ പറ്റൂ. സത്യം പറഞ്ഞാൽ എൻ്റെ പ്രതീക്ഷയൊക്കെ ആകെ പോയി, ഇനി എന്നാ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് നടക്കുമെന്ന് പോലും അറിയില്ല. ഇത് കേട്ട് അവന്തിക പറയുന്നുണ്ട്, വിഷമിക്കേണ്ട, രാജീവിന് ജീവൻ തിരിച്ചു കിട്ടിയല്ലോ, നല്ല ട്രീറ്റ്മെൻറ്റും കൊടുക്കുന്നുണ്ട്, പതുക്കെ പതുക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും രാജീവ്, ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ അവന്തിക പറയുന്നുണ്ട്. എന്നെ ആ ജംഗ്ഷൻ്റെ അവിടെ ഇറക്കിയാൽ മതി, അവിടെ ഒരു ഗണപതി ക്ഷേത്രമുണ്ട്, എനിക്ക് അവിടെ കൂടെ കയറണം എന്നിങ്ങനെ അവന്തികയോട് പറയുന്നുണ്ട് ശിശിര. അങ്ങനെ അവിടേക്ക് കൊണ്ട് നിർത്തുകയാണ്, ആ ജംഗ്ഷൻ്റെ അവിടെ നിർത്തുകയാണ് അവന്തിക. കഴിഞ്ഞ ദിവസം ശിശിരയെ കണ്ടപ്പോൾ ഞാനൊരു കാര്യം മറന്നുപോയി, ഇത് ശിശിരയ്ക്കുള്ള ഗിഫ്റ്റാണ് എന്ന് പറഞ്ഞ് ഒരു വാച്ച് ശിശിരയ്ക്ക് ഗിഫ്റ്റായി കൊടുക്കുന്നുണ്ട് അവന്തിക. ഇത് വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെ വാങ്ങി, ഇത് ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്നുണ്ട് ശിശിര. ശിശിര ഇപ്പോൾ എനിക്ക് എൻ്റെ സ്വന്തം സഹോദരിയെ പോലെയാണ് എന്ന് അവന്തികയും പറയുന്നു. അങ്ങനെ അവന്തിക അവിടെ നിന്നും പോകുന്നുണ്ട്. അങ്ങനെ
വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെ നിൽക്കുന്നുണ്ട് ശിശിര. അവന്തിക്ക് ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവളെ വീഴ്ത്താൻ ഇതുപോലെയുള്ള സമ്മാനങ്ങൾ തന്നെ ധാരാളം. ശിശിര ഇനി എൻ്റെ പിന്നാലെ വരും. ഗോകുലിൻ്റെ വീട്ടിലെ എൻ്റെ സ്പൈ ആയിട്ട് ഞാൻ ഇവളെ മാറ്റും എന്നൊക്കെ വിചാരിക്കുകയാണ് ഇപ്പോൾ അവന്തിക. ശേഷം ഇപ്പോൾ വീണ്ടും ഗോകുലിനെയാണ് കാണിക്കുന്നത്. ഗോകുൽ ഇപ്പോൾ രാജീവിൻ്റെ ദേഹമൊക്കെ തുടച്ച് ഡ്രസ്സൊക്കെ മാറ്റി മുടിയൊക്കെ ചീകി വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ സമയം അർച്ചന അവിടേക്ക് ചായയുമായി വരുന്നു. ആളാകെ മാറിയല്ലോ എന്നൊക്കെ പറയുന്നു. രാജീവ് വീഴാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അവർ പിടിച്ച് നേരെ ഇരുത്തി കൊടുക്കുന്നുണ്ട്, അർച്ചനയും ഗോകുലും കൂടി. അങ്ങനെ ഗോകുൽ ഇപ്പോൾ രാജീവിന് ചായയൊക്കെ കൊടുക്കുന്നുണ്ട്. ഈശ്വര, എപ്പോഴെങ്കിലും എനിക്ക് സത്യം പറയേണ്ടി വന്നാൽ അതോടെ ഇവരെ തമ്മിൽ പിരിക്കേണ്ടി വരും. അളിയൻ സമൃദ്ധിയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. എന്നെങ്കിലും ഒരുപക്ഷെ ഇവർ സത്യം അറിയുമായിരിക്കും. അതെന്തായാലും എൻ്റെ നാവിൽ നിന്നായിരിക്കില്ല. ഒരു വാക്കുകൊണ്ട് പോലും എൻ്റെ അളിയന് ഒരു ദോഷവും ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് രാജീവ്. അങ്ങനെ ഇപ്പോൾ അർച്ചന ഗോകുലിന് എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് എന്തെങ്കിലും മതി എന്ന് ഗോകുൽ പറയുന്നു. അപ്പോൾ രാജീവിനോട് ചോദിക്കുന്നത് തനിക്ക് എന്താ വേണ്ടതെന്ന്. ഉടൻ രാജീവ് പതിയെ പറയുന്നുണ്ട് എന്തെങ്കിലും മതിയെന്ന്. എനിക്ക് ബുദ്ധിമുട്ടാകുമെന്ന് കരുതിയാണോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ ഗോകുൽ പറയുന്നുണ്ട്, താൻ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട, എന്ത് വേണമെങ്കിലും താൻ ഇയാളോട് പറഞ്ഞാൽ മതി, സമൃദ്ധിയോട് പറഞ്ഞാൽ മതി എന്ന് ഗോകുൽ പറയുന്നു. അങ്ങനെ ഇപ്പോൾ അവർ 3 പേരും വളരെയധികം സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.